പ്രമുഖരൊക്കെ തന്നെ കളത്തിലിറങ്ങി കളം പിടിക്കുകയാണ്, പ്രചാരണ രംഗത്ത് കളം പിടിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം BJP സ്ഥാനാർത്ഥി, ശാസ്തമംഗലം വാർഡിലെ BJP സ്ഥാനാർത്ഥിയായിരിക്കുന്ന ആർ ശ്രീലേഖ. മാഡം, ഈ ആർ ശ്രീലേഖ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ കേരളത്തിലെ എല്ലാവർക്കും വളരെ സുപരിചിതയായ ഒരു വനിതയാണ്. അപ്പോൾ കണ്ട് ശീലിച്ച് എല്ലാവരും വളരെ ബഹുമാനത്തോടെ നോക്കി നിന്ന ഒരു വ്യക്തി പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, ജനപ്രതിനിധിയാകാൻ തയ്യാറെടുപ്പ് നടത്തുന്നു. ആ ഒരു മാറ്റം എങ്ങനെയാണ്? പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക അല്ല. ഞാൻ പോലീസിലിരുന്നപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇത് വേറൊരു വേഷത്തിൽ വരുന്നു എന്നേ ഉള്ളൂ, ഒരു രാഷ്ട്രീയ കുപ്പായം ഇട്ടുകൊണ്ട് വരുന്നു. അപ്പോൾ അതിലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത് കുറച്ചും കൂടെ ഊഷ്മളതയുണ്ട്. ആളുകൾ കുറച്ചും കൂടെ സ്വീകാര്യത കാട്ടുന്നു, എന്നോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നു. പോലീസായിരുന്നപ്പോൾ ഒരു ചെറിയ അകൽച്ച, ഒരു ബഹുമാനമോ യൂണിഫോമിനോടുള്ള പേടിയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ ഒരു സന്തോഷമുണ്ട്. 4 ദിവസം കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരുടെയും ഒരു സ്വീകരണം എങ്ങനെയാണ്? അക്സെപ്റ്റൻസ് വളരെ പോസിറ്റീവാണ്, വളരെ ഊഷ്മളമായ സ്വീകരണമാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഞാൻ പരിചയപ്പെടുത്തു പോലും വേണ്ട, വളരെ ഓൾ ദ ബെസ്റ്റ്, നന്നായി വരട്ടെ, വിജയ് ഭവ, ഇതൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഈ ശാസ്തമംഗലം വാർഡ് ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറെക്കുറെ ഹൃദയഭാഗമാണ്. ഈ ശാസ്തമംഗലത്ത് ഒരു ജനപ്രതിനിധിയായി വരുമ്പോൾ അവിടെ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് മുന്നോട്ട് വെക്കുന്നത്? ശാസ്തമംഗലം പ്രത്യേകമായിട്ടൊരു അല്ല, നമ്മൾ തിരുവനന്തപുരം മുഴുവനുള്ള ഒരു വികസന പ്രക്രിയയിലാണ്. അതിൻ്റെ എല്ലാവർക്കുമുള്ള ഒരു വികസിത ഭാരതം പോലെ വികസിത അനന്തപുരി, വികസിത ശാസ്തമംഗലം, അഴിമതിരഹിതമായിട്ടുള്ള ഒരു പ്രവർത്തനം. പിന്നെ ഭരണം എന്ന് പറയുന്നത് തട്ടുകളില്ലാതെ, ഇടനിലക്കാരില്ലാതെ, ഓഫീസിൽ പോയി കഷ്ടപ്പെടേണ്ടാതെ ആളുകളുടെ വീട്ടുമുറ്റത്ത് തന്നെ എത്തിപ്പിക്കുന്ന ഒരു സാഹചര്യം. പിന്നെ ഇവിടെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത്, ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല, കാരണം മാത്യു സാറ് കൂടെ പഴയ കൗൺസിലർ, അദ്ദേഹം വളരെ നല്ലതായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പം പ്രശ്നങ്ങൾ പരിഹരിക്കുക, 24 മണിക്കൂറിനകം പ്രശ്ന പരിഹരണം ഉണ്ടാക്കി കൊടുക്കുക, കുറച്ച് ടെക്നോളജി യൂസ് ചെയ്ത്, AI പോലെയുള്ള ടെക്നോളജി യൂസ് ചെയ്ത് സുതാര്യമായിട്ടുള്ള ഒരു ഭരണം ഉണ്ടാക്കിയെടുക്കുക. ഇത്രയൊക്കെയാണ് അജണ്ട തൽക്കാലത്തെ. ഉറപ്പായും ദീർഘകാലം പോലീസിൽ സേവനം അനുഷ്ഠിക്കുകയും DGP എന്ന റാങ്കിലൊക്കെ അത്രയും ഉയർന്ന ഉന്നത പോസ്റ്റിലൊക്കെ ഇരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഉറപ്പായി ഒരു നാടിൻ്റെ വികസനത്തിന് പ്രധാനമായി എന്താണ് വേണ്ടത് കൃത്യമായി അറിയാവുന്നുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയും ആ രീതിയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് വീണ്ടും താഴെ സംഘടനാ തലത്തിലേക്കൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്തൊക്കെയാണ്, എവിടെയാണ് നടപ്പാക്കേണ്ടത്, അതിലൊക്കെ കൃത്യമായൊരു ധാരണയും ബോധ്യവും ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അത് എനിക്ക് മാത്രമല്ല, എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പങ്കാളിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം ചാരിതാർത്ഥ്യവും സന്തോഷവും ഉണ്ട്. ഇത്തവണ പ്രതിപക്ഷത്ത് നിന്ന് ഭരണത്തിലേക്ക് കയറുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഒട്ടുമല്ല, വളരെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. ഇപ്പോഴുള്ള ആളുകളുടെ പ്രതികരണവും പഴയ ഈ ഒരു ഭരണത്തിനെതിരെയുള്ള ഒരു വികാരവും ഒക്കെ വളരെ പോസിറ്റീവായിട്ട് BJPയുടെ വരവ് സ്വാഗതം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ നഗരസഭ ഭരിക്കുന്നത് BJP തന്നെയായിരിക്കും, 100% ഉറപ്പ്. നിലവിലിരിക്കുന്ന ഭരണസമിതിക്കുള്ള ഏറ്റവും അധികം അഴിമതിയും ക്രമക്കേടുമൊക്കെ തുറന്നു കാട്ടിയ സമരം മുഖത്തുണ്ടായിരുന്നത് മുഴുവനും വനിതകളായ കൗൺസിലർമാരായിരുന്നു, പ്രത്യേകിച്ച് BJPയുടെ കൗൺസിലർമാരായിരുന്നു. നമ്മൾ ഈ എത്രയോ നാളുകളെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് മുഴുവനും തുറന്നു കാട്ടാൻ കഴിയുന്നു. അത് ഉയർത്തിക്കാട്ടി തന്നെയായിരിക്കും ഈ പ്രചാരണ രംഗത്ത് പ്രധാനമായ ഒരു പ്രചാരണ വിഷയമാക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 39 അഴിമതികൾ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ലിസ്റ്റ് തന്നെ ഇറക്കി എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ട്. അത് ഇതിനോടകം തിരുവനന്തപുരം നിവാസികൾക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെ സ്ഥലത്ത് എവിടെയൊക്കെ ധനം ആവശ്യമില്ലാതെ കളഞ്ഞു, തൂർത്ത് കാണിച്ചു, മാറ്റി ചെലവഴിച്ചു, വകമാറ്റി ചെലവഴിച്ചു, എവിടെയാണ് അഴിമതി കാണിച്ചത്, ഇല്ലാത്ത പൊങ്കാലയ്ക്ക് പേരിൽ എത്ര രൂപ, ലക്ഷക്കോടിക്കണക്കിന് രൂപ എടുത്തു, വനിതാ സൗഹൃദ കോറിഡോർ എന്ന് പറഞ്ഞാൽ എത്ര കോടി എടുത്തു, എല്ലാവർക്കും ഈ പൈസ എന്ന് പറഞ്ഞത് തൂർത്തും അഴിമതിയിലൂടെ നശിപ്പിച്ച ഭരണമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതല്ല ഞങ്ങളുടെ പ്രകടനം, അവർ നശിപ്പിച്ചതല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന വികസിത കാര്യങ്ങൾ ഇനി ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട്, ഭാവി പോട്ടെ, പാസ്റ്റ് പോട്ടെ, നമ്മുടെ ഭൂതകാലം വിട്ടുകളയുക, നമ്മൾ ഭാവിയിലേക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രചാരണം നടത്തുന്നത്. ഒരു ഹൈടെക് നഗരമാക്കി മാറ്റുക, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും സൂരത്തിനെയും ഇൻഡോറിനെയും ഒക്കെ പോലെയുള്ള ഒരു മനോഹര നഗരമാകാനുള്ള എല്ലാ സാധ്യതയും ഉള്ള സ്ഥലമാണ് തിരുവനന്തപുരം. വളരെ പഴയ ഒരു, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള പൗരാണിക, വളരെയധികം സംസ്കാരമൊക്കെ ഉള്ള ഒരു നിയമസഭയാണ് ഇത്. 1920 തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം തിരിച്ചു കൊണ്ടുവരും. ഈ താങ്കൾ പ്രചാരണ രംഗത്ത് സ്ഥാനാർത്ഥിയായപ്പോൾ CPM ഒക്കെ പറഞ്ഞിരുന്ന ഒരു പ്രധാന ആരോപണം അറിയാമല്ലോ, ഇത്രയും കാലം പോലീസ് അകമ്പടിയോടെ സേവകരുടെയൊക്കെ അകമ്പടിയോടെ നിന്നൊരു വ്യക്തി പ്രതികരിക്കുന്നില്ല.
ഈ പ്രമുഖരൊക്കെ തന്നെയും കളത്തിലിറങ്ങുമ്പോൾ, അത് ഏത് മുന്നണിയായാലും പ്രമുഖരും ജനകീയരായ വ്യക്തികളൊക്കെ കളത്തിലിറങ്ങുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും നോക്കുന്നത് ഇവരിൽ ആരായിരിക്കും മേയർ ആകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന രീതിയിൽ. സ്വാഭാവികമായും അങ്ങയുടെ പേരൊക്കെ ചേർത്ത് മേയർ ആകുന്നു എന്ന രീതിയിലൊക്കെ പ്രചാരണം ഇതിനിടയ്ക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രചാരണമാണ്. പാർട്ടി ഒരു തീരുമാനവും എടുത്തിട്ടില്ല. എല്ലാവരും BJP മേയർ ആവാനുള്ള സാധ്യതയുള്ളതാണ് എല്ലാ കാൻഡിഡേറ്റും. അപ്പോൾ അതുകൊണ്ട് ജയിച്ച് വന്നതിന് ശേഷം പാർട്ടി അത് തീരുമാനിക്കും. എന്തായാലും എല്ലാ ആശംസകളും. ജയിച്ചു മുന്നേറുക. താങ്കൾ പ്രതീക്ഷിക്കുന്ന പോലെ, പറയുന്ന പോലെ ഒരു ഹൈടെക് നഗരമാക്കി കഴിയാൻ, ഈ പൗരാണിക നഗരത്തിന് ഒരു ഹൈടെക് നഗരമാക്കി മാറ്റാൻ കഴിയട്ടെ എന്ന എല്ലാ ആശംസകളും. താങ്ക് യു.